മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിവാഹ വാർഷിക ദിവസം കരുണയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത സമ്മാനം മഹാലക്ഷ്മി മേടിച്ചു കൊടുത്തയാണെന്ന് മനസ്സിലാക്കിയ കരുണയാണെങ്കിൽ ആ മാല കമലേശ്വരം തറവാട്ടി വന്ന് ഉണ്ണിയുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായ സംസാരിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ മഹാലക്ഷ്മിക്കാണെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി വന്ന് ഓടിപ്പോകുന്നത് കണ്ടിട്ട് കണ്ണനും പിന്നാലെ പോകുന്നു. അങ്ങനെ അവളുടെ ശാരീരിക മാറ്റങ്ങൾ ദുർഗ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കുറേ ദിവസങ്ങളായിട്ട് അവൾക്കൊരു മനം പുരട്ടലും തലവേദനയും ഛർദിലും ഓക്കാനും ഒക്കെ. അതിൻ്റെ പിന്നിൽ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുങ്ങാണം വളരുന്നോ എന്ന് സംശയിച്ച് ദുർഗ നിൽക്കുമ്പോൾ അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഉണ്ണി നോക്കുന്നത് കണ്ണേട്ടൻ്റെ കാലുകളാണ്. ആ കാഴ്ച കണ്ടിട്ട് ഉണ്ണി ഞെട്ടിപ്പോകുന്നു. മറ്റൊന്നുമല്ല, കണ്ണേട്ടൻ്റെ രണ്ട് കാലിൻ്റെ വിരലുകളും ചലിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കണ്ടിട്ട് അമ്മയെ വിളിച്ച് കാണിക്കുന്നു. അമ്മ കണ്ട് ഷോക്കായിട്ട് കണ്ണനെ തന്നെ വിളിച്ചറിയിക്കുന്നു, എടാ കണ്ണ, നിൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിക്കുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്കും മഹാലക്ഷ്മിയും അതുപോലെ കണ്ണനും ആകെ ഷോക്കാകുന്നെങ്കിലും കണ്ണനാണെങ്കിൽ തക്ക മറുപടി അപ്പം കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ട്. അതേ, എൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിക്കുന്നു. ഇന്ന് രാവിലെ ഉണ്ടായ പ്രതിഭാസ അതിൻ്റെ സന്തോഷത്തിനാ ഉണ്ണിക്ക് ഇത്രയും വിലപിടിപ്പുള്ളൊരു മാല സമ്മാനമായിട്ട് കൊടുക്കാൻ ഞാനും ഇയാളുമായിട്ട് തീരുമാനിച്ചത്. എന്താ, എൻ്റെ കാലുകൾ ചലിക്കണ്ടേ? എനിക്ക് എണീറ്റ് നടക്കണ്ടേ? എത്ര വർഷമായി ഞാൻ ഈ വീൽചെയറിലിരിക്കുന്നു എന്നൊക്കെ കണ്ണൻ ചോദിക്കുമ്പോൾ വേണമെന്ന് മനസ്സില്ലാ മനസ്സോടെ ദുർഗ പറയുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ ശത്രുക്കൾ എല്ലാവരും അറിയുന്നുണ്ട്. അപ്പം മേഘനാണെങ്കിൽ തറപ്പിച്ച് പറയുന്നു, തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കുന്നത് ഞാൻ കണ്ടതാ. ഇതൊക്കെ സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും മൂന്നാർ വെച്ച് ഞാൻ കണ്ട കാര്യം സത്യമായിരിക്കും. നീ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാ? കഴിഞ്ഞ ദിവസം മാർക്കോയെ വണ്ടി ഇടിപ്പിച്ച് കൊന്നു എന്നല്ലേ നീ വന്ന് പറഞ്ഞേ? അന്ന് നീ മൂക്കറ്റം കുടിച്ചിട്ട് കിടന്ന് രാവിലെ എണീറ്റ് പറഞ്ഞതാ അത് ഞാനൊരു സ്വപ്നം കണ്ടതാണെന്ന് അമ്മയോട് പറയുമ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ കണ്ട ആരെങ്കിലും പറയണം. സത്യം തെളിയിക്കാൻ വീണ്ടും മേഘൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ പേഷ്യൻറ്റിനെ കാണാൻ പോകുക. അയാൾക്കാണെങ്കിൽ ശരീരം മുഴുവനും വേദനയും സംസാരിക്കാനും പറ്റത്തില്ല. മേഘൻ്റെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തു എന്ന പേരിൽ നിരന്തരം മേഘൻ ചെന്ന് ഉപദ്രവിക്കുകയും ചെയ്യുന്നു. മരുന്നിനും മന്ത്രത്തിനും ആവശ്യത്തിനുള്ള ക്യാഷും കൊടുക്കുന്നില്ല. വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ മേഘൻ പോകുന്നുണ്ട്. അതേസമയം മുത്തശ്ശിയോട് പ്രതാപൻ ആ ഞെട്ടിക്കുന്ന കാര്യം വന്ന് പറയുന്നതെല്ലാം നമ്മുടെ കരുണ മറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നു, ഒരു കാരണവശാലും നമ്മുടെ മോൾ ഇതറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാനിതൊക്കെ കേട്ടു, എന്നോട് ഇനി മറച്ചു വെക്കണ്ട എന്നും പറഞ്ഞ് അവളാണെങ്കിൽ കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുവാണ്. എങ്ങനെയെങ്കിലും കണ്ണനെയും മഹാലക്ഷ്മിയും വേർപെടുത്തണം, അല്ലാതെ എൻ്റെ മനസ്സിൻ്റെ തീ അണയില്ലെന്നൊക്കെ കരുണ ഉറഞ്ഞു തുള്ളുന്നതെല്ലാം നമ്മുടെ മോഹിനിയമ്മ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ കരുണയെ സമാധാനിപ്പിക്കുന്നു. മോള് വിഷമിക്കേണ്ട, ഏത് മന്ത്രവാദമോ പൂജയോ എന്തു തന്നെ ചെയ്തിട്ടായാലും കണ്ണനെ മഹാലക്ഷ്മിയെ പിരിച്ചിരിക്കാം, അല്ലാതെ ഈ മണ്ടന്മാർ പറയുന്ന വാക്കുകളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി ദൈവത്തിനെ കൂട്ടുപിടിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ പൈശാചിക ശക്തി ഉപയോഗിച്ചിട്ടായാലും മുത്തശ്ശി അത് ചെയ്തു തരാം എന്നൊക്കെ വാക്ക് കൊടുക്കുന്നു. അന്നേരം മോഹിനിയമ്മ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ പൊന്നീശ്വരന്മാരെ, യാതൊരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോളെയും മരുമോനെയും ഈ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിക്കണമേ. എൻ്റെ കുഞ്ഞാണെങ്കിൽ എല്ലാവരുടെയും നന്മ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന നല്ല മനസ്സിനുടമയാണ്. ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്ന അവളെ ഈ ദുഷ്ടർ ശപിക്കുന്നത്. എന്തായാലും മഹാലക്ഷ്മിയെ വിളിച്ച് പറയണോ വേണ്ടയോ എന്നുള്ളൊരു ധർമ്മസങ്കടത്തിലാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഈ സമയത്ത് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കേട്ട് കഴിയുമ്പോൾ മഹാലക്ഷ്മിക്ക് ടെൻഷനാകുമോ എന്ന് മോഹിനിയമ്മയ്ക്കും ഒരു ആദിയുണ്ട്. എന്നാൽ മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുവാണോ എന്നുള്ളൊരു സംശയം രണ്ട് കുട്ടികളെ പ്രസവിച്ച ദുർഗയ്ക്ക് മനസ്സിലാകുന്നു. ആ ഒരു സംശയം ഉണ്ണിയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നു, എങ്ങനെയെങ്കിലും അത് സത്യമായിരുന്നെങ്കിൽ എന്തായാലും അയാൾക്കിനി ഒരു കുഞ്ഞൊന്നും ജനിക്കാൻ പോകുന്നില്ല, മറ്റേതെങ്കിലും ബന്ധത്തിലായിരിക്കും അവർക്കൊരു അമ്മയാകാൻ പറ്റുന്നത്. ആ സത്യമെങ്കിലും തിരിച്ചറിഞ്ഞ് അയാൾ അവളെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞിരുന്നെങ്കിൽ കരുണ ആ പേരിനെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് വന്നേനെ. അങ്ങനെ മഹാലക്ഷ്മിയോട് തൻ്റെ സംശയം ക്ലിയർ ചെയ്യാൻ ദുർഗയാണെങ്കിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ എന്നാലും എന്തിനാ ഇത്രയധികം പലഹാരങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത്? അത് കേട്ടപ്പം മഹാലക്ഷ്മിക്ക് ഒരു ടെൻഷനാകുന്നു. മഹാലക്ഷ്മി ആദ്യം ഒന്ന് പരിങ്ങിയെങ്കിലും പിന്നെ തക്ക മറുപടി ദുർഗയ്ക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം നിങ്ങൾ ആരും മറക്കണ്ട, ഇത് കണ്ണേട്ടൻ്റെ മാത്രം വീടല്ല, എൻ്റെയും കൂടി പേരിലുള്ള വീടാണ്. അതാരും മറക്കണ്ട. നിങ്ങളോട് മറുപടി പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ലെന്നും പറഞ്ഞ് മഹാലക്ഷ്മി അങ്ങ് പോകുമ്പോഴത്തേക്കും കണ്ടില്ലേടെ അവളുടെ ഒരു അഹങ്കാരം. അവനുള്ള സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലും കൂടി എഴുതി കൊടുത്തതിന് ശേഷം അവൾ തറയിലൊന്നും അല്ല, ഇനി നമ്മളോട് ഇറങ്ങിപ്പോകാൻ എന്ന് പറയുമെന്ന് നോക്കിയിരുന്നാൽ മതി. എന്തായാലും ഇതിന് പിന്നിലുള്ള സത്യം തിരിച്ചറിയണം അമ്മ, എങ്കിലല്ലേ കരുണ ഈ വീട്ടിലേക്ക് തിരിച്ചു വരൂ. ആ സമയത്ത്
ദുർഗയാണെങ്കിൽ സീമന്തിനി അമ്മയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. അപ്പം സീമന്തിനി അമ്മായി ആണെങ്കിൽ ഭാർഗവി എന്ന് പറയുന്ന ഒരു അമ്മയെ കമലേശ്വരം തറവാട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും വാമദേവനെ അറിയിച്ചിട്ട് സീമന്തിനി പറയുന്നുണ്ട്, ഭാർഗവി അമ്മയ്ക്കാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം അവൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് അവൾ പ്രഗ്നൻ്റുങ്ങാണാണെങ്കിൽ ഇന്ന് തന്നെ അറിയാൻ പറ്റുമെന്ന് പറയുന്നു. എന്നാലും വാമദേവൻ പറയുന്നു, എങ്കിലും എനിക്കൊരു സംശയമോടി, അങ്ങനെയൊക്കെ ആയിരിക്കുമോ? ചുമ്മാ ദുർഗയ്ക്ക് തോന്നുന്നതായിരിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല മനുഷ്യ. കണ്ണനല്ലേ കുഴപ്പമുള്ളൂ. മഹാലക്ഷ്മിക്ക് യാതൊരു കുഴപ്പമില്ലാത്ത പെൺകുട്ടിയല്ലേ. മാത്രമല്ല ഒരു കുഞ്ഞിന് അമ്മയാകാൻ പല മാർഗങ്ങളും ഉണ്ട്. അവൻ്റെ കാൽവിരലുകൾ ചലിക്കുന്നത് തന്നെ ദുർഗ കണ്ടപ്പോഴല്ലേ അവൻ തുറന്നു പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിൽ നിന്ന് മറച്ചു വെക്കാനേ കണ്ണന് മഹാലക്ഷ്മി ശ്രമിക്കൂ. അതുകൊണ്ട് നമ്മളായിട്ട് കണ്ടുപിടിക്കണം. അങ്ങനെ ഭാർഗവി അമ്മയാണെങ്കിൽ കമലേശ്വരത്തേക്ക് വരുന്നുണ്ട്. അപ്പം പരിചയമില്ലാത്തൊരമ്മ കയറി വരുന്നത് കണ്ടിട്ട് ദുർഗയാണെങ്കിൽ അതിശയിച്ച് നോക്കി നിൽക്കുന്നു. പിന്നീട് മനസ്സിലാകുന്നു സീമന്തിനി അമ്മായി പറഞ്ഞു വിട്ട അമ്മയാണ് മഹാലക്ഷ്മി ഗർഭിണിയാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് വന്നിരിക്കുവാണെന്ന്. സീമന്തിനി പറഞ്ഞു വിട്ട് വന്നെയാ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നു, കുറച്ച് ദിവസമായിട്ട് അവൾക്ക് ഒരു മനം പുരട്ടലും ഛർദിലും ഒക്കെ ഉണ്ട്. എനിക്ക് സംശയമുണ്ട് അവളൊരു ഗർഭിണിയാണോ എന്ന്. കുഞ്ഞ് പേടിക്കണ്ട, അവളൊരു ഗർഭിണിയാണെങ്കിൽ എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി, അപ്പോഴേ എനിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി ദുർഗയാണെങ്കിൽ അകത്തേക്ക് ചെല്ലുമ്പം മഹാലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കണ്ണൻ നടക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് പോലെ എളുപ്പമല്ലല്ലോ മഹാലക്ഷ്മി ഗർഭിണിയാണെന്നുള്ള കാര്യം മറച്ചു വെക്കുന്നത്. അധികം താമസിക്കാതെ തന്നെ ഇവർ കണ്ടുപിടിക്കും. അത് ഇന്നായിരിക്കുമോ നാളെ ആയിരിക്കുമോ എന്നുള്ളത് കാത്തിരിക്കാം.